മിസ്റ്റർ രാമേന്ദ്രൻ, കേരളത്തിലെ ക്രിസ്തീയ സഭകൾ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസ് അധികാരത്തിലില്ലാതായതിനു ശേഷം കോൺഗ്രസിൻ്റെ ഒരു നിത്യ പിൻബലമായി പ്രവർത്തിച്ചു വന്ന ക്രിസ്തീയ സമൂഹം അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ കേരള കോൺഗ്രസ് എന്ന പേരിൽ 1964 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ലക്ഷ്യബോധമില്ലാതെ പല തട്ടുകളിലാണ്. സഭ മൊത്തത്തിൽ ദേശീയ കാഴ്ചപ്പാടില്ല ചിന്തിച്ചാൽ ഒരു അങ്കലാപ്പിലുമാണ്. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ അവർക്ക് സൊല്യൂഷൻ അറിയാത്തതുകൊണ്ടല്ല, ഇപ്പോൾ ദശകങ്ങളായി കോൺഗ്രസിനെ പിന്തുണച്ച് കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ പെട്ടെന്ന് മറ്റൊരു ആശയഗതിയിലേക്ക് നയിക്കുവാനുള്ള പ്രയാസമാണോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രശ്നം സഭാ മേധാവികൾക്കുണ്ടോ? അങ്ങനൊരു ധർമ്മസങ്കടം സഭകൾക്കുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അത് മലയാള മനോരമ പത്രത്തിനും ഉണ്ടെന്ന് കാണാം. കാരണം മലയാള മനോരമ പത്രം ഒരു കോൺഗ്രസ് ജിഹ്വയാണല്ലോ, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയാം. പക്ഷേ ഇടക്കാലത്ത് അത് പിണറായി വിജയൻ്റെ ജിഹ്വയായിട്ട് മാറി. അങ്ങനെ മാറിയപ്പോൾ അതിൻ്റെ പ്രചാരം വല്ലാതെ അങ്ങ് ഇടിയാൻ തുടങ്ങി. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലൊക്കെ ഈ CPM കാര്യമൊന്നും കിട്ടാനില്ലല്ലോ, ഈ ക്രൈസ്തവർക്കിടയിലുമൊക്കെ വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ അങ്ങനൊരു ധർമ്മസങ്കടം അവർക്കുണ്ട്. പക്ഷേ സഭകളെ സംബന്ധിച്ച് ഇത് സാമ്പത്തിക കാര്യങ്ങളും കൂടി നോക്കണമല്ലോ, വിദേശ ഫണ്ട് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ. അതിലൊക്കെ സാമാന്യം നല്ല പിടുത്തം ദേശീയ തലത്തിൽ. അത് എവിടെ നിന്ന് വരുന്നു, എന്തിനു വേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ നോക്കുമല്ലോ. കൂടുതൽ അക്കൗണ്ടബിളായി വരുന്നുണ്ട്. വെറുതെ അങ്ങനെ NGOകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല വിദേശത്ത് തന്നെ പള്ളികളൊക്കെ വേറെ ഹോട്ടലുകളും ഒക്കെ ആയിട്ട് മാറിയില്ലേ. പിന്നെ വിദേശത്ത് നിന്ന് ഈ കുർബാനയുടെ ഔട്ട്സോഴ്സിങ് ഉണ്ട്. ഇപ്പോൾ അവിടെ കുർബാന ചൊല്ലുന്നതൊക്കെ ചിലവേറിയതായതുകൊണ്ട് ഇവിടുത്തെ അച്ഛന്മാർ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അൽമായ ഇവിടെ $50 $25 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഇവിടെ ചൊല്ലിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. വാട്സാപ്പ് കോളിലൂടെ കുർബാനയുടെ ഔട്ട്സോഴ്സിങ്. ഇതിവിടെ മറ്റ് ഹിന്ദുക്കളുടെ പൂജകൾക്കുമൊക്കെ അങ്ങനെയുണ്ട്. ഗണപതി ഹോമം ഇവിടെ നടത്തുക, അവിടുന്ന് വീഡിയോ കോൺഫറൻസിങ് വഴി കാണുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഹിന്ദുക്കളുടെ ഇടയ്ക്കുമുണ്ട്. പക്ഷേ ഈ ഔട്ട്സോഴ്സിംഗ് ഒക്കെ വന്നിട്ട് കുറേ കാലമായി. ട്രഡീഷണലി നമ്മൾ 1957 EMS സർക്കാർ മുതലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ആ സർക്കാർ എന്തൊരു ഭീഭത്സമായ പ്രതിഷേധമാണ് സഭയിൽ നിന്ന് നേരിട്ടത്. EMS സർക്കാർ വിമോചന സമരം എന്ന മട്ടിൽ PT ചാക്കോ, പിന്നെ മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, ഇവർക്കൊക്കെ വലിയ താങ്ങായിട്ട് നിന്ന ആളാണ് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ. പാറേക്കാട്ടിൽ പക്ഷെ രുദ്രാശ്രമം അണിയുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. കാരണം സഭയെ ഭാരതവൽക്കരിക്കുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സഭയെ ഭാരതവൽക്കരിക്കുക എന്നുള്ള ആ ലക്ഷ്യം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ധർമ്മസങ്കടത്തിൻ്റെ ഒരു സംഗതിയാണ്. അത് പാറേക്കാട്ടിൽ നിന്ന് മുമ്പോട്ട് പോയതേ ഇല്ല. പണ്ട് പല ആളുകളും ഇതുപോലെ റൈമണ്ടോ പണിക്കർ എന്ന് പറഞ്ഞിട്ട് നായർ, പാലക്കാട്ടെ ഒരു നായർ പശ്ചാത്തലമുള്ള ഒരു പണിക്കർ ജനിച്ച സ്പാനിഷായ ഒരു അമ്മയ്ക്ക് ജനിച്ചൊരു റൈമണ്ടോ പണിക്കർ അച്ഛനൊക്കെ ആയിട്ട് ഇതുപോലെ സാർവദേശീയത സഭയിൽ പറഞ്ഞിട്ടൊക്കെ ഹിന്ദുത്വവുമായി ചേർന്ന് പോകുന്ന അങ്ങനത്തെ ഡയലോഗുകളൊക്കെ നടത്തി ഇന്ത്യയിൽ കുറേ കാലമൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നു. പക്ഷേ അങ്ങനത്തെ സത്യത്തിൽ ഭാരതീയതയുമായി ചേർന്ന് പോകുന്ന ഈ പാറേക്കാട്ടിലിനെയോ റൈമണ്ടോ പണിക്കരെയൊക്കെ പോലുള്ള ഒരു സൈദ്ധാന്തിക തലത്തിൽ അതെടുത്തിട്ട് കുറേ കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതിനൊരു അഗാധത നിലപാടുകൾക്കുണ്ടാകുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ചെതറിപ്പോകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഈ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയല്ലോ. സഭയുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് നേരെ ഈ ഉൾട്ട എന്ന് പറയുന്ന പരിപാടി പറ്റിപ്പോയി, ശീർഷാസനത്തിലായിപ്പോയി.
എന്നിട്ട് എന്തു പറ്റി? ജോസ് മാണിയുടെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ജയിക്കുമോ എന്നുള്ള സംശയം തന്നെ വന്നിരിക്കുകയാണ് അവിടെ ഫ്രാൻസിസ് ജോർജിന്. കാരണം ട്രഡീഷണൽ വോട്ട് കോൺഗ്രസ് ആണല്ലോ. അത് ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവാണ് കേരള കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയത്. അതെ അതെ അതെ. അപ്പം അവിടുത്തെ രാഷ്ട്രീയം ആ തരത്തിൽ ഇടതുപക്ഷത്തു നിന്ന് വലതുപക്ഷത്തേക്ക് മാറുന്നു എന്നല്ല, വലതുപക്ഷത്ത് തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ. പക്ഷേ നമ്മൾ സംസാരിച്ചു വരുന്നത് സഭയ്ക്ക് ഒരു ദേശീയ താല്പര്യമുള്ള ഗവൺമെൻറ് ആയി മാറാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റിന് പറ്റാത്തതാണ്. നരേന്ദ്രമോദി തേവരയിലൊരു മീറ്റിങ്ങിന് വന്നിരുന്നല്ലോ. അന്ന് അദ്ദേഹം 27 ബിഷപ്പുമാരെയോ മറ്റോ കണ്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ഹോട്ടലിൽ. അന്ന് മാർത്തോമ ബിഷപ്പ് മാത്രം വന്നില്ല എന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അദ്ദേഹം വെല്ലൂരിൽ കോളേജിൻ്റെ വലിയ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വിട്ടു നിന്നു. ആ കോളേജിൻ്റെ മീറ്റിംഗ് മാറ്റിവെക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ എന്തോ കാരണങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ഈ സഭയുമായിട്ടൊക്കെ സംസാരിച്ച് പോകാനും ഈ സഖ്യത്തിലേർപ്പെട്ട് സഹകരിച്ച് പോകാനും ഒക്കെ ദേശീയ നേതൃത്വത്തിന് BJPക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഈ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഈ വിഭജനങ്ങൾ, അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പൊതുവെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ്, അതിൻ്റെ അകത്ത് ഈ ഓർത്തഡോക്സുകാർ ഇപ്പോൾ CPMൻ്റെ കൂടെ സഖ്യത്തിൽ ഇവിടെ ഭരണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ യാക്കോബായ സഭയായിട്ട് മാർത്തോമ സഭയായിട്ടൊക്കെ ഈ BJPക്കൊക്കെ നന്നായിട്ട് സംസാരിച്ച് നീങ്ങാവുന്നതാണ്. അവർ കഴിഞ്ഞ ക്രിസ്മസിന്, കാരണം മുമ്പൊരു മാർത്തോമ സഭയുടെ മേലധ്യക്ഷന് ഭഗവത്ഗീതയിലായിരുന്നു ഡോക്ടറേറ്റ്. അതെ അതെ അതെ. അല്ല, കഴിഞ്ഞ ക്രിസ്മസിന് സ്നേഹ സന്ദർശനം നടത്തി BJPയുടെ നേതാക്കൾ സഭ കേന്ദ്രങ്ങളിലേക്ക്. അപ്പോൾ അത് പിന്നെ ഇതിനെ തുടർന്ന് ഹിന്ദു ധർമ്മത്തിൻ്റെ വലിപ്പമാണ്, സകലരെയും ഉൾക്കൊള്ളുവാനുള്ള അവരുടെ വിശാല മനസ്കതയായി ഒക്കെ സഭയിലെ ചില വക്താക്കൾ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു സമീപനവും ഒരു വിശാല കാഴ്ചപ്പാടുമുള്ള നേതൃത്വം സഭയ്ക്കുണ്ടായിരിക്കെ രാഷ്ട്രീയമായി വരുമ്പോൾ അവർ എന്തുകൊണ്ട് ഇത്രയും സങ്കുചിതമാകുന്നു? ഈ അവരും ചില സമയത്തൊക്കെ അങ്ങനെ ആഘോഷങ്ങളൊക്കെ നടത്താൻ നോക്കാറുണ്ട്. ഈ KCBCയുടെ നേതൃത്വത്തിൽ നടന്നൊരു ദീപാവലി യോഗത്തിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുമുണ്ട്. അന്ന് ഈ സമഭാവനയുടെയും മൈത്രിയുടെയും ഒക്കെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്തോ ചില ഘട്ടങ്ങളിൽ ഈ രാഷ്ട്രീയ കാര്യം വരുമ്പോൾ സുജാതൻ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാർ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കും. എന്നിട്ട് ഒരാവശ്യമില്ലാതെ മണിപ്പൂര് സ്റ്റാൻ സ്വാമി പഴയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എതിർക്കാൻ കാരണം കണ്ടുപിടിച്ച് പറയുന്ന പോലെ ആവശ്യമില്ലാതെയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ അതിന്റെ കൂടെ കേരള സ്റ്റോറി പറയും, മറ്റൊരു കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വേറെ അതിന്റെ ഇടയ്ക്ക് മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണ്, അതിൽ BJPക്ക് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? ഗോത്രവർഗങ്ങൾ മാത്രമല്ല, ബ്രൂ എന്ന് പറഞ്ഞിട്ടൊരു ഗോത്രവർഗം മിസോറാമിൽ നിന്ന് ഹിന്ദുക്കളാണ് 34,000 പേര് പലായനം ചെയ്ത് ത്രിപുരയിലാണ് പാർക്കുന്നത്. ഇപ്പോൾ മിസോറാമിൽ പാർപ്പിച്ചിട്ടില്ല അവിടുത്തെ ക്രൈസ്തവര്, മിസോറാമിലെ ഭൂരിപക്ഷ ക്രൈസ്തവര്. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ പലായനവും കൂടി മണിപ്പൂരിന്റെ കൂടെ ഹിന്ദു ഗോത്രങ്ങളുടെയും കൂടി പലായനം ബ്രൂ വർഗത്തിന്റെ ചർച്ച ചെയ്യേണ്ടതില്ലേ? അത് ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങളൊന്നും അത് പറയുന്ന പോലുമില്ല. ആ ബ്രൂ വർഗത്തിനെ പറ്റി പറയുന്നില്ല. 34,000 പേര് 2020 ചതുർകക്ഷി ഉടമ്പടിയിൽ അമിത്ഷായാണ് ഒപ്പുവെച്ചത്. സ്ഥിരമായി ഇവർക്ക് ത്രിപുരയിൽ താമസിക്കാം എന്നാണ്. കാരണം മിസോറാം തിരിച്ചെടുക്കുന്നില്ല അവര്. അല്ല, ഈ ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടാത്ത BJPയുടെ രാഷ്ട്രീയ ദുരവസ്ഥ ഞങ്ങൾ മാറ്റാം. എന്ത് ആധികാരികതയോടെയാണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കൂ. പക്ഷേ ഞങ്ങളുടെ സഭയിലെ പിന്നെ വിശ്വാസികളെ ബാധിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണം. അദ്ദേഹം അതിന് ആദ്യമായി പറയുന്നത് റബ്ബറിൻ്റെ തറവില ഉയർത്തണം. അതിൻ്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് 300 രൂപയായിട്ട് ഫിക്സ് ചെയ്യണം. അതാണ് പ്രധാനം. പിന്നെ കർഷകർ കടം കയറി ആത്മഹത്യ ചെയ്യുന്ന ദുസ്ഥിതിയുണ്ട്.
റബ്ബറിൻ്റെ ഇറക്കുമതിയും കുറയ്ക്കണം. ഇത് രണ്ടും നിഷ്പ്രയാസം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ, അത് പക്ഷെ പാമ്പ്ളാനി ഇതിനു മുമ്പ് BJPക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവന ഈ ലവ് ജിഹാദ് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ BJP നേതാക്കള് അദ്ദേഹത്തിന്റെ അരമനയിൽ പോയതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം സ്വരം മാറ്റി. അതാണ് നിലപാടില് അദ്ദേഹത്തിന് ഉറപ്പുള്ളതായിട്ട് ആ സമയത്ത് കണ്ടില്ല. ഒരു കൃത്യമായ നിലപാടെടുക്കണം. അത് തന്നെ ഈ ഭൂമി ഇടപാടുമൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത, ചങ്ങനാശ്ശേരി അതിരൂപത, ഇതൊക്കെ തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്. ഇപ്പൊ പൗവത്തിൽ എന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരിയിൽ വളരെ ശക്തമായി കോൺഗ്രസിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് കടുകിട മാറാൻ കുറച്ച് തീവ്രമായ നിലപാട് പോലുമായിരുന്നു. അതൊന്നും അല്ലാതെ എന്തായാലും കേന്ദ്രത്തിൽ ഇനി കുറെ കാലം BJP തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലത്തീൻകാർ ഒരു കാരണവശാലും BJPയുടെ കൂടെ നിൽക്കാത്തവരാണ്. അവർ ആയുഷ്കാലത്ത് BJPയുടെ കൂടെ BJPക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കരുതിയിരുന്നില്ല. അപ്പോഴാണ് ഈ സേവ്യർ കുടിയാംശ്ശേരി അച്ഛൻ കഴിഞ്ഞ ദിവസം അവരുടെ ആലപ്പുഴക്കാരനാണ് അദ്ദേഹം വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രത്തിലാണ് എഴുതിയിരിക്കുന്നത് BJPക്ക് അനുകൂലമായ കാര്യങ്ങൾ. സേവ്യർ കുടിയാംശ്ശേരി അദ്ദേഹത്തിന് ഞാൻ ഒരിക്കൽ ആലപ്പുഴയിൽ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം മീഡിയയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന കാലത്ത് സാംസ്കാരിക കാര്യങ്ങളൊക്കെയാണ് അന്ന് ചർച്ച ചെയ്തത്. നല്ല കാര്യവിവരമുള്ളൊരു അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബിഷപ്പും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഈ അഭിപ്രായത്തിൽ. ഇതിനു മുമ്പ് ഒരു BJP നേതാവ് അദ്ദേഹത്തിനോട് ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് സംസാരിച്ചതായിട്ടും എനിക്കറിയാം. അപ്പോൾ ആ BJP നേതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കാം, സഹകരിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ നിലപാടെടുക്കാം, പക്ഷേ നിയമപരമായ കാര്യങ്ങളെ അപ്പം കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ന് ഫേവറൊന്നും കിട്ടില്ല എന്നീ BJPയിലെ ഒരു കൊള്ളാവുന്ന നേതാവ് റിയാക്ഷനാണോ അദ്ദേഹത്തിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാ. കാരണം BJP കരുത്തോടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നു. അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ശരിയാണ്. വിദേശ നയം ശ്ലാഘനീയമാണ്. ശരിയാണ്. നമ്മളെല്ലാവരോടും ചേർന്നാണ് പോകുന്നത്. നമ്മൾ ആദ്യം ഇസ്രയേലിൻ്റെ കൂടെ നിന്നെങ്കിലും ഇറാനുമായിട്ടുള്ള ആക്രമണം വന്നപ്പോൾ അത് ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമുക്ക് ഇറാനെ കൂടി വേണം. അങ്ങനെയാണല്ലോ. മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതൊന്നുമല്ല. കുടിയാംശ്ശേരി അച്ഛൻ പറയുക, BJP ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാണ് സാധ്യത അദ്ദേഹം പറയുന്നു. പിന്നെ കരുണാകരൻ്റെ മകൾ പത്മജ, AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി എന്നിവരെല്ലാം BJPയിലേക്ക് ചേക്കേറി. ഇനിയും മൈത്തം കൽപ്പിച്ച് പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മളെ പുറത്ത് നിർത്തും. ഇതാണ് ഞാൻ പറഞ്ഞത്. BJP നേതാവ് ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഇത് തിരിച്ചറിവാണ്. അപ്പോൾ ഈ തരത്തിലേക്ക് പിന്നെ മറ്റ് ക്രിസ്തീയ സഭാ നേതൃത്വവും കൂടെ വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പിന്നെ ദീപിക വച്ചു കൊടുക്കുന്ന ആശയം മാത്രം വെട്ടി വിഴുങ്ങി ദീപിക തീവ്രമായ കോൺഗ്രസ് പക്ഷം. അപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കാൻ കാലമായി. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയുടെ കാര്യവും മണിപ്പൂരിലെ ഇല്ലാത്ത പ്രശ്നങ്ങളും പറഞ്ഞ് സഭാവാസികളിങ്ങനെ ഒരു കേന്ദ്രം ശക്തമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞാൽ അവർക്ക് തന്നെയല്ലേ അതിൻ്റെ ക്ഷീണം. കേരളത്തിൽ 18.4% ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാ വിഭാഗങ്ങളിലൂടെ. അവർ ഒരു വലിയ ശക്തിയാണ്, ഒരു രാഷ്ട്രീയ ശക്തിയുമാണ്. അവർ കാലത്തിൻ്റെ ഗതി അനുസരിച്ച് മാത്രമല്ല അവർ സത്യത്തിൽ ഹിന്ദുക്കളെ പോലെ തന്നെ തുല്യ ഈ ദുഃഖം അനുഭവിക്കുന്ന ആളുകളാണ്. അവരുടെയും ജനസംഖ്യ വളരെ കുറഞ്ഞു വരികയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. കുറേ കഴിയുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളുടെ എണ്ണം തന്നെ വല്ലാതെ അങ്ങ് കുറയും. കാരണം ഒരു കുട്ടി മതി എന്നൊക്കെ ദമ്പതിമാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പാലാരൂപതയൊക്കെ ഈ കൂടുതൽ കുട്ടികളുള്ളവർക്ക് പല സഹായങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ ലവ് ജിഹാദ്. അതൊരു ലിംഗ്വിസ്റ്റിക് പ്രശ്നം മാത്രമല്ലല്ലോ, അവർ നേരിടുന്ന പ്രശ്നമാണ്. 5000 പേരുടെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ പരിഹരിക്കാൻ കഴിവുള്ള ശക്തമായ നേതൃത്വമല്ലേ മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലുള്ളത്. ഈ ലത്തീൻകാർക്കിടയിൽ ഈ വേറൊരു ഡിവിഷൻ ഇത്തവണ വരാനുള്ള കാര്യം, ഈ കുടിയാംശ്ശേരി അച്ഛനൊക്കെ പറയാനുള്ള കാര്യം, എറണാകുളത്ത് ഹൈബീഡനും ഷൈനും രണ്ടുപേരും ലത്തീൻ കത്തോലിക്കരാണ്. അങ്ങനെ തന്നെ അതിൻ്റെ അകത്തൊരു ഡിവിഷൻ വന്നു.
എന്താന്ന് വെച്ചാൽ ഷൈൻ കോട്ടപ്പുറം രൂപത എന്നുള്ള ആളാണ്. അതെ. അപ്പോൾ കോട്ടപ്പുറം രൂപത അവരുടെ കൂടെ ഇത്തവണ നിൽക്കാൻ പോകുന്നത്. ഹൈബിക്ക് ആ വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ വരാപ്പുഴ രൂപതയിലെ ഡിവിഷനാണ്. വരാപ്പുഴ രൂപത ഹൈബിയുടെ കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ അതിലെ ഡിവിഷനാണ് ഈ കുടിയാംശ്ശേരി അച്ഛൻ്റെ ലേഖനത്തിൽ കൂടി വരുന്നത്. ട്രഡീഷണലി ഈ കോട്ടപ്പുറം രൂപതയ്ക്ക് പദവികളൊന്നും കിട്ടാറില്ല. അവരെക്കാൾ ബ്രാഹ്മണിക്കലാണ് ഞങ്ങൾ എന്നുള്ള മട്ടിലാണ് ഈ വരാപ്പുഴയുടെ നീക്കം. സ്ഥാനങ്ങളൊക്കെ വരാപ്പുഴ കൊണ്ടുപോകും. അപ്പോൾ കോട്ടപ്പുറത്ത് ഇനി ഷൈൻ ടീച്ചർ ഇപ്പോൾ തവണ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കിട്ടുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി ആയ സ്ഥിതിക്ക് ഇനി അവർക്ക് സ്ഥാനങ്ങളും കൊടുക്കാൻ സാധ്യതയുണ്ടല്ലോ. CPM മറ്റോ വേറെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമൊക്കെ കൊടുക്കും. അപ്പോൾ ലത്തീൻ സഭയുടെ അകത്ത് കാര്യമായ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്. എന്നാലും കുറേ വോട്ടുകൾ കോൺഗ്രസിനൊക്കെ ആയിരിക്കും പോവുക. എന്നാലും BJPയിലേക്ക് കുറച്ച് വോട്ടുകൾ വരാനുള്ള ആദ്യമായിട്ടാണ് സാധ്യത തുറക്കുന്നത്. ഈ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാകുകയാണെങ്കിൽ KS രാധാകൃഷ്ണൻ ആ മേഖലയിൽ നിന്ന് അപ്രതീക്ഷിതമായ വോട്ട് കിട്ടും. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഒരു ചാനലിൻ്റെ പോളിൽ 22% വോട്ട് കിട്ടിയിരുന്നു. 4% അവർ കുറച്ചു എന്നാണ് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ചാനലിൽ നിന്ന് കിട്ടിയ വിവരം. 4 ഹൈബിക്ക് കൊടുത്തു എന്നവര്. അവിടെ നിന്നായിരിക്കും അത് കുറഞ്ഞിട്ടുണ്ടാവുക. മാത്രമല്ല ഇത് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥിക്കും ഇത് അനുകൂലമാകുന്ന കുടിയാംശ്ശേരി അച്ഛൻ ആലപ്പുഴയിലാണല്ലോ. അവിടെ വളരെ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹം. ആലപ്പുഴയിൽ മറ്റേടത്താണെങ്കിൽ അദാനിയുടെ സ്വാധീനം ഒരു നിഴൽ കിടക്കുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത്. പിന്നെ റസാലത്തിന്റെ ഇഷ്യൂ ഉണ്ട് അവിടെ. ബിഷപ്പ് റസാലത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നല്ലോ, സ്ഥാനത്യാഗം വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് പത്രിക കൊടുത്തിരുന്നെങ്കിലും തള്ളിപ്പോയി. അതല്ലെങ്കിൽ അത് BJPയെ സഹായിക്കുമായിരുന്നു അവിടെ, റസാലത്തിന്റെ ഭാര്യ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ. പക്ഷെ അത് പത്രിക തള്ളിപ്പോയി. അവർ സ്ഥാനാർത്ഥി ആകേണ്ടതായിരുന്നു. കുടിയാംശ്ശേരി അച്ഛൻ ചോദിക്കുകയാണ്, UDF LDF സഖ്യങ്ങൾ സെക്കുലർ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർ സെക്കുലർ അല്ല, സത്യമാണ്. രണ്ടും വർഗീയ പ്രീണനമാണ് തുടരുന്നത്. അദ്ദേഹം അത് കാണുന്നുണ്ട്. മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് UDF. ഒരു കാലത്ത് ഇന്ത്യയെ ആരൊക്കെയോ നയിച്ചിരുന്നു. ഇന്ന് പക്ഷേ നമ്മളെ മാത്രമല്ല നയിക്കുന്നത്, നമ്മളിന്ന് ലോകത്തിൻ്റെ നേതൃനിരയിലാണ്. അദ്ദേഹത്തിന് പാൻ ഇന്ത്യ വിഷൻ ഉണ്ട് ഈ കൊടിയാംശ്ശേരി അച്ഛന്. കേരളം എന്ന് പറഞ്ഞ ഇട്ടാവട്ടത്തിൽ നിന്നല്ല അദ്ദേഹം കാണുന്നത്. നിസ്സാരമായ രാഷ്ട്രീയമല്ല, ഒരു ദാർശനിക തലത്തിലാണ് അദ്ദേഹം കാണുന്നത്. ഇന്ത്യ യഥാർത്ഥത്തിൽ എന്താണ് ലോക നിലവാരത്തിൽ? ഈ ക്രിസ്ത്യൻ എന്ന് പറയുന്ന രാജ്യങ്ങൾ തന്നെ മോദിയെ 6 മാസം കഴിഞ്ഞുള്ള സമ്മേളനങ്ങൾക്ക് വിളിച്ചിരിക്കുന്ന സമയമാണിത്. രാഷ്ട്രീയ രംഗത്ത് നമ്മളെന്നും കോൺഗ്രസ് പക്ഷത്തായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെന്നും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിരുന്നു. പുതിയ തലമുറ മാറി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു? എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അദ്ദേഹം പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറെ ക്രിമിനലുകളുടെ സങ്കേതമായി കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറെ ക്രിമിനലുകളുടെ സങ്കേതമായി കഴിഞ്ഞു. പോരാഞ്ഞിട്ട് കമ്മ്യൂണിസം അറിയുന്നവരാരുമില്ല ആ പാർട്ടിയിൽ. എത്ര പരമാർത്ഥമാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതൊരു ക്രിമിനൽ സംഘമാണെന്ന് മാത്രമല്ല, അതിൻ്റെ അകത്തേക്ക് ക്രിമിനലുകൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. വർഗീയ എന്താ പറയുക, ജിഹാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ആരുടെയും പേരെടുത്ത് പറയാതെ അദ്ദേഹം യാഥാർത്ഥ്യങ്ങളെ നേർക്കുനേർ കാണാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ യാഥാർത്ഥ്യവും അല്ലാത്ത സാമൂഹിക യാഥാർത്ഥ്യവുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലെ തീരുമാനങ്ങൾ എങ്ങനെയായാലും ഇത് സമൂഹത്തിൽ ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് വിഷയമാകേണ്ട ആശയം. പക്ഷേ സഭകൾ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് അവരും ചെറിയ തോതിൽ മാറി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ BJPയും അതനുസരിച്ചിട്ട് മാറേണ്ടതുണ്ട് കേരളത്തിലെ അവരുടെ അജണ്ടയും. കാരണം അവര് അത്തരം സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തണമല്ലോ അവരുടെ പട്ടികയിൽ അങ്ങനെ കാണുന്നില്ല. അല്ല, സാമൂഹ്യ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ അതിൻ്റെ ചിഹ്നങ്ങളെ, ചില സമൂഹങ്ങളെയും ചില വർഗ വിഭാഗങ്ങളുടെയും പ്രതീകങ്ങളെയും ചിഹ്നങ്ങളെയും മാനിക്കുന്നതിൽ സംസ്ഥാനത്തെ BJP നേതൃത്വം ഒരു പരാജയമാണ്. അതെ, ഞാൻ കേട്ടിരുന്നത് ഒരു വളരെ അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് താരം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് പട്ടികയിൽ
അത് ഡൽഹിയിൽ ചർച്ച ചെയ്തിരുന്നതായിട്ടൊക്കെ എനിക്കറിയാം. പക്ഷെ അവസാനം അനിൽ ആന്റണി ആണ് വന്നത്. അതെ ആയിട്ടാണ് അത് തീർന്നത്. ഏതായാലും പൊതുവിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും രണ്ടു വട്ടം ആലോചിക്കേണ്ടതാണ് ഇതിലെ ഓരോ സെൻറ്റൻസും. അതെ, ഓരോ വാചകവും പരമാർത്ഥമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പച്ചപ്പരമാർത്ഥം. അതെ, ക്രിസ്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഒരു ക്രൈസിസ് ഘട്ടത്തിൽ ഇതുപോലെ തുറന്നു കിട്ടുന്ന ചില ചൂണ്ടുപലക ജാലകങ്ങളുണ്ട്. ദിശാബോധം നൽകുന്ന ഒരു നിലപാടും ചൂണ്ടുപലകയുമാണ്. അതിലൂടെ വരുന്ന വെളിച്ചത്തെ അവർ ഉൾക്കൊള്ളാൻ ഉള്ള വിശാല മനസ്കത ലത്തീൻ സഭ മാത്രമല്ല മറ്റ് സഭകളും ശ്രദ്ധിക്കട്ടെ.